ഡോട്ട് കോറിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്ന ടോപ്പിക്സ് എന്താണ് JWT ടോക്കൺ, ഈ JWT ടോക്കൺ നമുക്ക് എങ്ങനെ ഡോട്ട് കോറിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യാം, നമുക്ക് JWT ടോക്കൺ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നും അത് എങ്ങനെ നമ്മുടെ ഡോട്ട് കോർ APIയിൽ യൂസ് ചെയ്യാമെന്നും എന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ഇത് നമുക്കൊരു എക്സാമ്പിൾ മുഖേനയായിരിക്കും നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് JWT ടോക്കൺ എന്താണെന്ന് നോക്കാം. JSON Web Token, that is JWT, is an open standard that defines a compact and self-contained way for securely transmitting information between parties as a JSON object. This information can be verified and trusted because it is digitally signed. JWT can be signed using secret or public-private key pair using RSA or ECDSA. Normally, we are using JWT for authentication. JWT ടോക്കൺ എന്ന് പറയുന്നത് JSON വെബ് ടോക്കൻ്റെ ഷോർട്ട് ഫോമാണ്. ഓക്കെ, നോർമലി നമ്മൾ JWT ടോക്കൺ യൂസ് ചെയ്യുന്നത് നമ്മൾ ആഥറൈസേഷന് വേണ്ടിയിട്ടാണ്. എന്താണ് ആഥറൈസേഷൻ? ആഥറൈസേഷൻ എന്ന് പറയുമ്പോൾ നമുക്കൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. അപ്പോൾ ആ ആപ്ലിക്കേഷൻ നമ്മൾ ഓഥറൈസ് ചെയ്യണം. അപ്പോൾ നമ്മൾ നോർമലി എങ്ങനെയായിരിക്കും, ഒരു യൂസർ ഐ ഡിയും പാസ്വേഡും പാസ് ചെയ്ത് ആ യൂസർ ഐ ഡിയും പാസ്വേഡും വാലിഡ് ആണെങ്കിൽ മാത്രമേ നമുക്ക് ആപ്ലിക്കേഷനകത്തേക്കുള്ള ആക്സസ് കിട്ടുകയുള്ളൂ. അപ്പോൾ ആദ്യത്തെ തവണ ഒരു യൂസർ ഐ ഡിയും പാസ്വേഡും കൊടുത്ത് ഒരു ആപ്ലിക്കേഷനകത്തേക്ക് ലോഗിൻ ചെയ്തു. അപ്പോൾ ആ ആപ്ലിക്കേഷനകത്തേക്ക് ആക്സസ് കിട്ടി. എങ്ങനെ? ആ യൂസർ ഐ ഡിയും പാസ്വേഡും വാലിഡ് ആയതിനാൽ ആ ആപ്ലിക്കേഷനകത്തേക്ക് ആക്സസ് കിട്ടി. അപ്പോൾ ആ ആദ്യത്തെ തവണ കഴിഞ്ഞ് ആ യൂസർ വന്നിട്ട് വേറൊരു മെനുവിൽ വേറൊരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോഴും വീണ്ടും അത് കറസ്പോണ്ടിങ് APIയിൽ വരുമ്പോൾ അത് വാലിഡ് ആണോ എന്ന് നോക്കണം. ഈ സമയത്തും നമ്മൾ നേരത്തെ എങ്ങനെയാണ് വാലിഡ് ആണോ എന്ന് നോക്കിയത്, യൂസർ ഐ ഡിയും പാസ്വേഡും പാസ് ചെയ്തിട്ട് ആ യൂസർ ഐ ഡിയും പാസ്വേഡും ഡാറ്റാബേസിലുണ്ടോ എന്ന് നോക്കി മാച്ച് ചെയ്തിട്ടാണ് നമ്മളത് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ഓരോ റിക്വസ്റ്റിലും നമുക്ക് ഇങ്ങനെ യൂസർ ഐ ഡിയും പാസ്വേഡും വാലിഡ് ആണോ എന്ന് ഡാറ്റാബേസിൽ പോയി ചെക്ക്, അല്ലെങ്കിൽ യൂസർ ഐ ഡിയിലോ ഡാറ്റാബേസിലോ പോയി ചെക്ക് ചെയ്യാൻ പറ്റത്തില്ല. അതിന് പകരം ഫസ്റ്റ് ടൈമിൽ നമ്മൾ യൂസർ ഐ ഡിയും പാസ്വേഡും പാസ് ചെയ്യുമ്പോൾ അത് ആ യൂസർ വാലിഡ് ആണെങ്കിൽ, ഈവൻ ചിലപ്പോൾ അത് AD ഓതൻറ്റിക്കേഷൻ ആയിരിക്കും ചെക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ചിലപ്പോൾ ഡാറ്റാബേസിൽ പോയി യൂസർ ഐ ഡിയും പാസ്വേഡും മാച്ച് ആണോ എന്ന് നോക്കി ആ യൂസർ ഐ ഡി വാലിഡ് ആണെങ്കിൽ നമ്മൾ JWT യൂസ് ചെയ്ത് ഒരു JWT ടോക്കൺ ജനറേറ്റ് ചെയ്യും. എന്നിട്ട് ആ ടോക്കണെ ആയിരിക്കും നമ്മൾ UIയിലോട്ട് പാസ് ചെയ്യുന്നത്. പിന്നെ ഓരോ സബ്സീക്വൻറ്റ് റിക്വസ്റ്റിലും നമ്മൾ ഈ JWT ടോക്കൺ ആയിരിക്കും പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നീട് ചെക്ക് ചെയ്യുന്നത് ഈ JWT ടോക്കൺ വാലിഡ് ആണോ എന്നായിരിക്കും. ഈ JWT ടോക്കൺ വാലിഡ് ആണെങ്കിൽ അതിന് ആ യൂസറിന് ആ JWT ടോക്കൺ വാലിഡും, അതുപോലെ തന്നെ ആ പർട്ടിക്കുലർ യൂസറിന് ആ പർട്ടിക്കുലർ ലിങ്ക് ക്ലിക്ക് ചെയ്യാനുള്ള ആക്സസും ഉണ്ടെങ്കിൽ ആ പർട്ടിക്കുലർ പേജ് ആ യൂസറിന് ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഓരോ സബ്സിക്വൻറ്റ് റിക്വസ്റ്റിലും പിന്നീട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഈ JWT ടോക്കൺ വഴിയായിരിക്കും. ഇനി നമുക്ക് JSON വെബ് ടോക്കൻ്റെ സ്ട്രക്ചർ എന്താണെന്ന് നോക്കാം. നമുക്ക് JSON വെബ് ടോക്കന് മെയിനായിട്ട് 3 പാർട്ടാണുള്ളത്. ആ 3 പാർട്ടുകളും തമ്മിൽ ഒരു ഡോട്ട് വെച്ചിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടാകും. ആദ്യത്തെ പാർട്ടിനെ ഹെഡർ എന്നും, രണ്ടാമത്തെ പാർട്ടിനെ പേലോഡ് എന്നും, മൂന്നാമത്തെ പാർട്ടിനെ സിഗ്നേച്ചറും എന്നാണ് പറയുന്നത്. അപ്പോൾ JSON വെബ് ടോക്കൻ്റെ സാമ്പിൾ എന്ന് പറയുന്ന ഒരു ഹെഡർ ഉണ്ടാവും, അത് കഴിഞ്ഞൊരു ഡോട്ട് കഴിഞ്ഞിട്ട് പേലോഡ്, അത് കഴിഞ്ഞിട്ട് നമുക്ക് സിഗ്നേച്ചർ ഉണ്ടാവും. ഇനി ഇതിൽ ഓരോന്നിലും നമ്മൾ എന്ത് ഇൻഫർമേഷനാണ് സ്റ്റോർ ചെയ്യുന്നത് നോക്കാം. JWT ടോക്കണിൽ അതിൽ ആദ്യത്തേതാണ് ഹെഡർ. ഹെഡറിൽ മെയിനായിട്ട് 2 പാർട്ട് ഉണ്ടാവും. 2 ഇൻഫർമേഷൻ ആയിരിക്കും നമ്മൾ ഹെഡറിൽ സ്റ്റോർ ചെയ്യുക. ഒന്ന്, അത് എന്ത് ടോക്കൺ ആണെന്നുള്ളതാണ്. 2, അതിൽ എന്ത് അൽഗോരിതമാണ് യൂസ് ചെയ്യുന്നതെന്നുള്ളതാണ്. അതായത് നമ്മളുടെ കറണ്ട് JWT ടോക്കൺ എന്ത് ടൈപ്പ്, അതായത് കറണ്ട് ടോക്കൺ എന്ത് ടൈപ്പിലുള്ള ടോക്കൺ ആണ്. നമ്മുടെ ഇപ്പോഴത്തെ ടോക്കൺ എന്ത് ടോക്കൺ ആണ്? JWT ടോക്കൺ, അതായത് ടൈപ്പ് JWT. ഇതാണ് ഒരു ഇൻഫർമേഷൻ. രണ്ടാമത്തെ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ ഈ JWT ടോക്കണിൽ എന്ത് അൽഗോരിതമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതിനകത്ത് യൂസ് ചെയ്യുന്നത് HS256 എന്ന് പറയുന്ന അൽഗോരിതമാണ് യൂസ് ചെയ്യുന്നത്. അതായത് ഈ 2 ഇൻഫർമേഷനാണ് നമ്മളുടെ JWT ടോക്കണിലെ ഹെഡറിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. രണ്ടാമത്തെ പാർട്ട് പേലോഡാണ്. അതായത് ഈ പേലോഡിനകത്ത് മെയിനായിട്ട് നമ്മൾ ക്ലെയിംസ് ഇൻഫർമേഷനാണ് സ്റ്റോർ ചെയ്ത് വയ്ക്കുക. ക്ലെയിംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? അതായത് ഒരു യൂസർ നമ്മുടെ ഒരു ആപ്ലിക്കേഷനിൽ ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ, നമ്മൾ ആ ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ ആ യൂസറിൻ്റെ ബേസിക് ഇൻഫർമേഷൻസ് നമ്മുടെ ആപ്ലിക്കേഷൻ്റെ ക്ലെയിംസിൽ സ്റ്റോർ ചെയ്ത് വയ്ക്കും. യൂസർ നെയിം, റോള്,
അതുപോലുള്ള യൂസർ ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, അങ്ങനെയുള്ള ബേസിക് ഡീറ്റെയിൽസ് ക്ലെയിംസിനകത്ത് സ്റ്റോർ ചെയ്ത് വയ്ക്കും. ആ ക്ലെയിംസിൽ നിന്നിട്ട് നമുക്ക് ഡീറ്റെയിൽ എടുത്തിട്ട് നമ്മുടെ പേലോഡിനകത്ത് നമുക്ക് നമ്മുടെ ടോക്കൺ ആവശ്യമായിട്ടുള്ള ഡീറ്റെയിൽസ് പേലോഡിനകത്ത് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ രണ്ടാമത്തെ പാർട്ട് എന്ന് പറയുന്നത് പേലോഡാണ്. പേലോഡിനായിട്ട് മെയിനായിട്ട് നമ്മൾ ക്ലെയിംസ് ഇൻഫർമേഷൻ, അതായത് യൂസറിൻ്റെ ഡീറ്റെയിൽസ് ആയിരിക്കും നമ്മൾ ഇൻസർട്ട് ചെയ്യുന്നത്. അപ്പം ആദ്യത്തെ പാർട്ട് ഹെഡർ, രണ്ടാമത്തെ പാർട്ട് പേലോഡ്. പേലോഡിനകത്ത് നമ്മൾ ക്ലെയിംസ് ഇൻഫർമേഷനാണ് സാധാരണയായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുക. JWT ടോക്കണിൻ്റെ മൂന്നാമത്തെ പാർട്ടാണ് സിഗ്നേച്ചർ. അപ്പോൾ ഈ സിഗ്നേച്ചറിൽ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹെഡറിൻ്റെ എൻകോഡഡ് പോർഷനും പേലോഡിൻ്റെ എൻകോഡഡ് പോർഷനും ഒരു സീക്രട്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ടായിരിക്കും നമ്മൾ ഈ സിഗ്നേച്ചറിനകത്ത് ആഡ് ചെയ്യുക. അപ്പോൾ ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ കേസ് നമ്മൾ ഒരു ടോക്കൺ ജനറേറ്റ് ചെയ്തു, അത് UAയിലോട്ട് പാസ് ചെയ്തു. UAയിൽ വെച്ചിട്ട് ഹാക്കേഴ്സ് ഏതെങ്കിലും രീതിയിൽ അതിൻ്റെ ഹെഡറോ പേലോഡോ ആരെങ്കിലും മാനിപ്പുലേറ്റ് ചെയ്ത് അത് തിരിച്ചയച്ചു കഴിഞ്ഞാൽ നമ്മൾ JWT ഓത്ത് സിസ്റ്റം അത് ചെക്ക് ചെയ്യുമ്പോൾ എപ്പോഴും അതിൻ്റെ JWT ടോക്കൻ്റെ സിഗ്നേച്ചർ അതിൻ്റെ പേലോഡും ഹെഡറും തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കും. അത് തമ്മിൽ എന്തെങ്കിലും കോമ്പിനേഷൻസ് ഡിഫറൻസ് ഉണ്ടെങ്കിൽ ആ ടോക്കൺ വാലിഡ് ആവത്തില്ല. അപ്പോൾ അങ്ങനെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും സിഗ്നേച്ചറിൽ എന്തൊക്കെയായിരിക്കും ഉണ്ടാവുക? ഹെഡറിൻ്റെ എൻകോഡഡ് ഇൻഫർമേഷൻ, പേലോഡിൻ്റെ എൻകോഡഡ് ഇൻഫർമേഷൻ, അത് കൂടാതെ നമുക്കൊരു സീക്രട്ടും കൂടെ നമ്മൾ ഈ സിഗ്നേച്ചറിനകത്തോട്ട് ആഡ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഇതാണ് JWT ടോക്കൻ്റെ 3 പാർട്ട്. നമുക്ക് എക്സാമ്പിളിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമുക്ക് JWT ടോക്കൻ്റെ ഒരു സാമ്പിൾ ടോക്കൺ നോക്കാം. അപ്പോൾ നമുക്ക് JWTയുടെ വെബ്സൈറ്റിൽ പോയാൽ ഇത് ഞാൻ ജനറേറ്റ് ചെയ്ത ഒരു ടോക്കണാണ്. അപ്പോൾ ഈ ടോക്കൺ നമ്മൾ കണ്ടാൽ തന്നെ അറിയാം, നമുക്ക് ഇതിനകത്ത് 3 പാർട്സ് നമുക്ക് ഇതിൽ നിന്ന് ഇതിൻ്റെ കളർ ഡിഫറൻസ് വെച്ച് തന്നെ നമുക്ക് കാണാം. ഇത് ഹെഡർ, ഇത് പേലോഡ്, ഇത് ഫൂട്ടർ. അതായത് ഹെഡർ എന്ന് പറയുന്നത് എന്തൊക്കെയാണ് 2 പാർട്ടാണ്, അൽഗോരിതവും ടൈപ്പും. പേലോഡിനകത്ത് ഞാൻ 3-4 ഐറ്റംസ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇഷ്യൂർ, സബ്ജക്റ്റ്, ഓഡിയൻസ്, ഇത് കൂടാതെ വേണമെങ്കിൽ റോൾസ്, യൂസർ നെയിം, നമ്മൾ നമുക്ക് ആവശ്യമുള്ള ഇൻഫർമേഷൻസ് മാത്രം നമ്മൾ പേലോഡിനകത്ത് ആഡ് ചെയ്യാം. ഇനി മൂന്നാമത്തേതെന്ന് പറഞ്ഞാൽ ഫൂട്ടറാണ്. ഫൂട്ടറിനകത്ത് ഹെഡറിൻ്റെ എൻകോഡഡും വേർഷനും പേലോഡിൻ്റെ എൻകോഡഡ് വേർഷനും കൂടാതെ നമ്മൾ കൊടുക്കുന്ന സീക്രട്ടും ചേർത്തിട്ടാണ് നമ്മൾ ഈ ഫൂട്ടർ ജനറേറ്റ് ചെയ്യുന്നത്. അപ്പം ഇതാണ് JWT ടോക്കൻ്റെ സാമ്പിൾ. നമുക്കിനി എക്സാമ്പിളിലേക്ക് പോകാം. ഇനി നമുക്ക് JWT ടോക്കൺ ഡോട്ട്നെറ്റ് കോറിൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്ന് നോക്കാം. നമുക്ക് അതിൻ്റെ ഒരു എക്സാമ്പിളിലേക്ക് പോകാം. നമുക്ക് ഒരു സാമ്പിൾ ഡോട്ട്നെറ്റ് കോർ API ക്രിയേറ്റ് ചെയ്യാം. നമുക്കതിനെ വിഷ്വൽ സ്റ്റുഡിയോ 2020 പോകാം. വിഷ്വൽ സ്റ്റുഡിയോ 2022, ക്രിയേറ്റ് ന്യൂ പ്രോജക്റ്റ്, ഡോട്ട്നെറ്റ് കോർ വെബ് API, നെക്സ്റ്റ് JWT സാമ്പിൾ. ഓക്കെ, ഞാനൊരു പേര് കൊടുത്തു. ഓക്കെ, .NET 8.0. ഓക്കെ, ഇനേബിൾ ഓപ്പൺ API സപ്പോർട്ട്. ഡീഫാൾട്ട് എല്ലാം ഞാൻ അതേപോലെ തന്നെ കീപ്പ് ചെയ്യുന്നു. ഓപ്പൺ API സപ്പോർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സ്വാഗർ UIയും കൂടെ ഇനേബിൾ ആവും. സ്വാഗർ UI എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് ഒരു .NET കോർ ആപ്ലിക്കേഷൻ നമ്മൾ റൺ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് UI ഉണ്ടാവാറില്ല. അപ്പം നമുക്ക് APIs ഒക്കെ റൺ ചെയ്യണമെങ്കിൽ നമുക്ക് കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കും. ഇപ്പം സ്വാഗർ ഉണ്ടെങ്കിൽ സ്വാഗർ ഇതിൻ്റെ ഒരു UI ആയിട്ട് ആക്ട് ചെയ്യും. അപ്പം നമുക്ക് എന്തെങ്കിലും API റൺ ചെയ്യണമെങ്കിൽ സ്വാഗർ UIക്കകത്ത് വന്നിട്ട് നമുക്ക് ആ കറസ്പോണ്ടിങ് API എക്സിക്യൂട്ട് ചെയ്താൽ മതിയാവും. നമുക്കത് എക്സാമ്പിളിൽ നോക്കാം. നമുക്കത് ക്രിയേറ്റ് ചെയ്യാം. നമ്മുടെ API ഇവിടെ ക്രിയേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഇതാണ് സ്വാഗർ UI. നമുക്ക് ഈ സ്വാഗർ UIക്കകത്ത് നമ്മുടെ APIs എല്ലാം ലിസ്റ്റ് ചെയ്യും. ഇപ്പോൾ ഇവിടെ ഒരു API ഒരു എൻഡ് പോയിന്റ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇത് ഒരെണ്ണം മാത്രം കാണിക്കുന്നത്. ഒന്നിലധികം ഉണ്ടെങ്കിൽ ആ എൻഡ് പോയിന്റ്സ് എല്ലാം തന്നെ അത് ഇവിടെ ലിസ്റ്റ് ചെയ്തേനെ. നമുക്കിത് റൺ ചെയ്യണമെങ്കിൽ ഇത് എക്സ്പാൻഡ് ചെയ്തിട്ട് ട്രൈ ഇറ്റ് ഔട്ട് ആൻഡ് എക്സിക്യൂട്ട്. നമുക്ക് അതിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് ഇവിടെ കിട്ടും. ഇതാണ് സ്വാഗർ UIയുടെ അഡ്വാൻറ്റേജ്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമ്മളുടെ JWT ടോക്കൺ ഇൻറ്റഗ്രേറ്റ് ചെയ്യാനുള്ള സ്റ്റെപ്സ് നോക്കാം. നമുക്ക് JWT ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നതിനായിട്ട് ആദ്യമേ നമുക്ക് 2 പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്യണം. ആ പാക്കേജ് ഞാൻ ഇവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് വേണ്ടത് JWT Beer എന്ന് പറയുന്ന പാക്കേജാണ് ആദ്യത്തേത്. നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം.
നമ്മുടെ ഡോട്ട് നെറ്റ് കോറിനകത്തേക്ക് പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് ന്യൂഗെറ്റ് പാക്കേജ് വഴിയാണ്. അപ്പോൾ ന്യൂഗെറ്റ് പാക്കേജ് നമുക്ക് ഓപ്പൺ ചെയ്യണമെങ്കിൽ നമ്മുടെ പ്രൊജക്ട് ഫയലിൽ റൈറ്റ് ക്ലിക്ക് എടുത്തിട്ട് മാനേജ് ന്യൂഗെറ്റ് പാക്കേജസ് കൊടുക്കാം. ഇനി ഇതിനകത്ത് ഇൻസ്റ്റാൾ ആയിട്ടുള്ള പാക്കേജ് അതിവിടെ ലിസ്റ്റ് ചെയ്യും. ഇനി പുതിയത് വേണമെങ്കിൽ ബ്രൗസിൽ പോയിട്ട് നമുക്ക് നമ്മൾ കോപ്പി ചെയ്തെടുത്ത ആ പാക്കേജ് പേസ്റ്റ് ചെയ്യാം, സെലക്ട് ചെയ്യാം, ഇനി ഇൻസ്റ്റാൾ ചെയ്യാം. ഇവിടുത്തെ വേർഷൻ 9 ആണ്. 9 നമ്മൾ ഇപ്പോൾ ഡോട്ട് നെറ്റ് കോർ 8 ആണ് റൺ ചെയ്യുന്നത്. അപ്പം ഡോട്ട് നെറ്റ് കോർ 8ന് കറസ്പോണ്ടിങ് JWT ബിയറിൻ്റെ പാക്കേജ് എന്ന് പറയുന്നത് 8.0 ആണ്. നമുക്കത് ഇൻസ്റ്റാൾ ചെയ്യാം. അപ്ലൈ, ഐ ആക്സെപ്റ്റ്. ഓക്കെ, അത് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരു പാക്കേജും കൂടെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാനുണ്ട്. ഇത് ടോക്കൺസ് ഡോട്ട് JWT എന്ന് പറയുന്ന രണ്ടാമത്തെ പാക്കേജ്. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ പാക്കേജും കൂടെ ഇൻസ്റ്റാൾ ചെയ്യാം. ഇൻസ്റ്റാൾ, അപ്ലൈ. അപ്പോൾ രണ്ട് പാക്കേജ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ കറസ്പോണ്ടിങ് കോഡ് ചേഞ്ചസിലേക്ക് പോകാം. നമുക്ക് ആദ്യമായിട്ട് നമുക്ക് ആപ്പ് സെറ്റിംഗ് ഫയൽ ഓപ്പൺ ചെയ്യാം. ആപ്പ് സെറ്റിംഗ് പ്രോജക്റ്റിനകത്തെ ആപ്പ് സെറ്റിംഗ് ഫയൽ നമുക്ക് ഓപ്പൺ ചെയ്യാം. ഇപ്പം ഇവിടെ നമുക്ക് ഒരു കോൺഫിഗറേഷൻ മാത്രമേ ഉള്ളൂ ലോഗിങ്ങിന് വേണ്ടിയിട്ടുള്ളത്. നമുക്കിവിടെ നമ്മുടെ JWT സെറ്റിംഗ്സിൻ്റെ കോൺഫിഗറേഷനും കൂടെ ആഡ് ചെയ്യാം. അപ്പം ഈ ആപ്പ് സെറ്റിംഗ് ഡോട്ട് നെറ്റ് കോറിൻ്റെ ആപ്പ് സെറ്റിംഗ് എല്ലാവർക്കും അറിയാം. ഇതൊരു കീ വാല്യൂ പെയർ ആയിരിക്കും. ഒരു കീയും അതിന് കറസ്പോണ്ടിങ് വാല്യൂ ആണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് JWT സെറ്റിങ്ങിന് വേണ്ടിയിട്ട് നമുക്കൊരു കീ ആദ്യമേ ക്രിയേറ്റ് ചെയ്യാം. JWT സെറ്റിംഗ്സ് എന്ന് പേര് കൊടുക്കാം. ഇനി ഇതിൻ്റെ വാല്യൂ നമുക്ക് കൊടുക്കാം. ഇതിൻ്റെ വാല്യൂസ് എന്ന് പറയുന്നത് നമ്മൾ ഇതിനകത്ത് നമുക്കൊരു സെറ്റ് ഓഫ് വാല്യൂസ് നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഒരു സെറ്റിംഗ് കഴിഞ്ഞാൽ നമുക്ക് കോമ ഇടണം. അപ്പോൾ JWT സെറ്റിംഗ്സ് എന്ന് പറയുന്ന സെറ്റിങ്ങിന് അഗൻസ്റ്റ് നമുക്ക് ഇതിൻ്റെ വാല്യൂസ് ആഡ് ചെയ്യാൻ പോകും. അപ്പോൾ ഈ വാല്യൂസും ഞാനൊരു കീ വാല്യൂ പെയർ ആയിട്ട് തന്നെയാണ് കൊടുക്കുന്നത്. ഇതിനകത്ത് ആദ്യമായിട്ട് ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത് ഒരു സീക്രട്ട് കീ ആണ്. നമുക്കൊരു സീക്രട്ട് കീ ആഡ് ചെയ്യണം. ഇതിനകത്ത് ആദ്യം വേണ്ടത് ഒരു സീക്രട്ട് കീ ആണ്. നമുക്ക് ഒരു കസ്റ്റം സീക്രട്ട് കീ, അത് എന്താണോ നിങ്ങളുടെ പ്രോജക്റ്റ് റിക്വയർമെൻറ്റ് അനുസരിച്ചുള്ള ഒരു കസ്റ്റം സീക്രട്ട് കീ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അത് കുറച്ച് ലോങ് ആയിട്ടുള്ള ഒരു കീ വേണം നമുക്ക് ആഡ് ചെയ്യാനായിട്ട്. ഇനി നെക്സ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഞാൻ ആഡ് ചെയ്യുന്നത് ഇഷ്യൂർ എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. ഇഷ്യൂർ. അപ്പോൾ ഇഷ്യൂറിന് അഗൻസ്റ്റ് നമ്മൾ ഇഷ്യൂർ എന്ന് ഉദ്ദേശിച്ച് ഈ ടോക്കൺ ആരാണോ ഇഷ്യൂ ചെയ്യുന്നത് അവരുടെ ഡീറ്റെയിൽ ആണ് നമുക്ക് ഇവിടെ കൊടുക്കേണ്ടത്. അപ്പം ആരാണോ ടോക്കൺ ഇഷ്യൂ ചെയ്യുന്നത് അത് നിങ്ങളുടെ പ്രോജക്റ്റിന് കറസ്പോണ്ടിങ് ഇഷ്യൂർ ആരാണോ അത് നിങ്ങൾക്ക് ഇവിടെ കോൺഫിഗർ ചെയ്ത് കൊടുക്കണം. ഇനി അടുത്തത് എന്ന് പറയുന്നത് ഓഡിയൻസ് എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. ഓഡിയൻസ്. ഈ ഓഡിയൻസ് എന്ന് പറയുന്നത് ഈ ടോക്കൺ ആരാണോ യൂസ് ചെയ്യാൻ പോകുന്നത് അതായിരിക്കും നിങ്ങളുടെ ഓഡിയൻസ് എന്ന് പറയുന്ന പ്രോപ്പർട്ടിയുടെ വാല്യൂ. ഇനി ഒരു വാല്യൂയും കൂടെ ഞാനിവിടെ കൊടുക്കുന്നുണ്ട്, ഈ ടോക്കൻ്റെ എക്സ്പയറേഷൻ. അപ്പം അതിന് വേണ്ടത് എക്സ്പയറി മിനിറ്റ്സ്. നമുക്കൊരു എക്സ്പയറേഷൻ ഇവിടെ നമുക്ക് സെറ്റ് ചെയ്യാം. ഞാനിപ്പോൾ ഒരു 60 മിനിറ്റ് ആണ് ഞാനിവിടെ സെറ്റ് ചെയ്യുന്നത്. അപ്പം മെയിനായിട്ട് ഇത്രയും സെറ്റിങ്സ് ആണ് ഞാൻ ആപ്പ് സെറ്റിങ്ങിൽ സെറ്റ് ചെയ്യുന്നത്. അതായത് JWT സെറ്റിംഗ് എന്ന് പറയുന്ന മെയിൻ ഒരു കോൺഫിഗറേഷൻ ഞാനിവിടെ ക്രിയേറ്റ്, അതിനകത്ത് സീക്രട്ട് കീ, ഇഷ്യൂർ, ഓഡിയൻസ്, എക്സ്പയറി മിനിറ്റ്സ്, ഇത്രയും വാല്യൂസ് ഞാൻ ഇതിനകത്ത് സെറ്റ് ചെയ്തു. ഇതാണ് ആദ്യത്തെ നമ്മുടെ സെറ്റിംഗ്, ആപ്പ് സെറ്റിങ്ങിനകത്ത് ചെയ്യേണ്ടത്. ഇനി നമുക്ക് ഈ ഡീറ്റെയിൽസ് നമുക്ക് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ക്ലാസ് കൂടെ ക്രിയേറ്റ് ചെയ്യാം. നമുക്കിവിടെ ഒരു പുതിയ ക്ലാസ് ക്രിയേറ്റ് ചെയ്യാം. ആഡ് ന്യൂ ഐറ്റം. ക്ലാസിൻ്റെ പേര് JWT സെറ്റിംഗ്സ് എന്ന് നമുക്ക് കൊടുക്കാം. അപ്പോൾ ഈ ആപ്പ് സെറ്റിങ്ങിലെ വാല്യൂസ് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ക്ലാസ് എഴുതുന്നത്. അപ്പം ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് നമുക്കവിടെ ക്രിയേറ്റ് ചെയ്യാം. ആദ്യത്തത് സീക്രട്ട് കീ.
ഇത് സ്ട്രിംഗ് ആണ്. നമുക്ക് സ്ട്രിംഗ് ആയിട്ട് കൊടുക്കാം. സീക്രട്ട് കീ. അടുത്തത് issuer. ഇനി 2 കീയും കൂടെ ഉണ്ട്. അടുത്ത ഏതാണ്? ഓഡിയൻസ്. നെക്സ്റ്റ് എക്സ്പയറി മിനിറ്റ്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിന് കറസ്പോണ്ടിങ് ഒരു പ്രോപ്പർട്ടി ക്ലാസ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ഇവിടെ ഒരു ചേഞ്ച് ഉള്ളത് എക്സ്പയറി മിനിറ്റ് നമുക്ക് സ്ട്രിംഗ് അല്ല, നമുക്കിത് ഇൻറ്റിജർ മതി. ഇനി നമുക്ക് നെക്സ്റ്റ് വേണ്ടത് നമ്മളുടെ പ്രോഗ്രാം ക്ലാസ്സിൽ നമുക്ക് കുറച്ച് കോഡ് നമുക്ക് ആഡ് ചെയ്യണം. അപ്പോൾ പ്രോഗ്രാം ക്ലാസ്സിൽ നമുക്ക് നമ്മളുടെ ആഡ് സ്വാഗത് ചെയിൻ കഴിഞ്ഞിട്ട് നമുക്ക് JWTക്ക് വേണ്ടിയിട്ടുള്ള കോഡ്സ് നമുക്കിവിടെ പേസ്റ്റ് ചെയ്യാം. ഇവിടെ എന്താ ചെയ്തിരിക്കുന്നത്? ആദ്യം നമ്മളൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്തായിരുന്നു, അതിനൊരു ഒബ്ജക്റ്റ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ഇനി അടുത്ത ചെയ്തേക്കുന്നത് നമ്മുടെ കോൺഫിഗറേഷൻ ഡോട്ട് ഗെറ്റ് സെക്ഷൻ. ഇവിടെ ചെയ്തേക്കുന്നത് നമ്മുടെ ആപ്പ് സെറ്റിങ്ങിനകത്തുള്ള ഡീറ്റെയിൽസ് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കോൺഫിഗറേഷൻ ഡോട്ട് ഗെറ്റ് സെക്ഷൻ. എന്താണ് സെക്ഷൻ? JWT സെറ്റിങ്സ്. ഓക്കെ, എന്നിട്ട് നമ്മൾ കോൺഫിഗറേഷനിൽ നിന്ന് JWT സെക്ഷൻസ് റീഡ് ചെയ്തിട്ട് അത് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തേക്കുന്ന ഓബ്ജക്റ്റ്, അതായത് നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത ക്ലാസ്സിൻ്റെ ഓബ്ജക്റ്റോടെ ക്രിയേറ്റ് ചെയ്തിട്ട് അതിനകത്തേക്ക് ബൈൻഡ് ചെയ്യുന്നു. അപ്പോൾ എന്താ സംഭവിക്കുക? ഇതിനകത്തുള്ള ഓരോ വാല്യൂസും നമ്മളിവിടുത്തെ പ്രോപ്പർട്ടിക്കകത്ത് സെറ്റ് ആവും. അടുത്തത് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്ത ഈ ക്ലാസ്സിന് നമ്മൾ ഒരു ഡിപ്പെൻഡൻസി ഇഞ്ചക്ഷൻ ക്രിയേറ്റ് ചെയ്തേക്കുന്നു. ഇനി നമുക്ക് വേണ്ടത് നമ്മളുടെ JWTക്ക് വേണ്ടിയിട്ട് 2 ഡിഫോൾട്ട് സെറ്റിങ്സ് ചെയ്യുകയാണ്. അപ്പം ആഡ് ഓതൻറ്റിക്കേഷൻ, അതിനകത്ത് ഓപ്ഷൻ ഡോട്ട് ഡിഫോൾട്ട് ഓതൻറ്റിക്കേഷൻ സ്കീമ നമ്മൾ ഓതൻറ്റിക്കേഷൻ JWT ബിയറർ ഡിഫോൾട്ട് ഡോട്ട് ഓതൻറ്റിക്കേഷൻ സ്കീമ ആയിട്ട് സെറ്റ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഓപ്ഷൻ ഡോട്ട് ഡിഫോൾട്ട് ചലഞ്ച് സ്കീം JWT ബിയറർ ഡിഫോൾട്ട് ഡോട്ട് ഓതൻറ്റിക്കേഷൻ സ്കീം. ഇത് രണ്ടും JWTയുടെ ഓതൻറ്റിക്കേഷൻ സ്കീമായിട്ട് നമ്മളിവിടെ സെറ്റ് ചെയ്യുന്നു. ഇനി അത് കഴിഞ്ഞിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ JWT ബിയറിൻ്റെ സെറ്റിങ്സിനകത്ത് നമുക്ക് കുറച്ച് സെറ്റിംഗ് കൂടെ ചെയ്യാനുണ്ട്. അതിൽ ഒന്ന് വാലിഡേറ്റ് ഇഷ്യൂർ ട്രൂ കൊടുക്കുന്നു, ഓഡിയൻസ് ട്രൂ കൊടുക്കുന്നു, വാലിഡേറ്റ് ലൈഫ് ടൈം ട്രൂ കൊടുക്കുന്നു, ഇഷ്യൂ സൈൻ ഇൻ കീ ട്രൂ കൊടുക്കുന്നു. ഇത്രയും വാല്യൂസ് നമ്മൾ സെറ്റ് ചെയ്യുന്നു. സെറ്റ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഇഷ്യൂറും ഓഡിയൻസിൻ്റെ വാല്യൂസ് നമ്മൾ ഇതിനകത്ത് വാല്യൂസ് നമുക്ക് ഈ വാല്യൂസ് എവിടെ നിന്ന് കിട്ടും? നമ്മൾ ഓൾറെഡി നമ്മുടെ ആപ്പ് സെറ്റിങ്ങിനകത്ത് നമ്മൾ ഇഷ്യൂറും ഓഡിയൻസും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ആ ഓഡിയൻസും ഇഷ്യൂറിൻ്റെ വാല്യൂ ഞാൻ ഇവിടുത്തെ നമ്മളുടെ ഓബ്ജക്റ്റിനകത്തെടുത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒബ്ജക്റ്റ് ഡോട്ട് ഇഷ്യൂർ ഓഡിയൻസും നമുക്കിവിടെ കിട്ടും. അതേപോലെ തന്നെ ഇഷ്യൂ സൈൻ ഇൻ കീയും നമുക്ക് JWTയുടെ സീക്രട്ട് കീന്ന് കിട്ടും. അതിനെ ഞാൻ എൻക്രിപ്റ്റ് ചെയ്ത് ഞാൻ ഈ വാല്യൂവിനകത്തേക്ക് അസൈൻ ചെയ്യുന്നു. അപ്പോൾ ഇത്രയാണ് നമുക്ക് പ്രോഗ്രാം ഡോട്ട് CS നമുക്ക് എഴുതാനുള്ളത്. ആ പ്രോഗ്രാം ഡോട്ട് CSനകത്ത് നമുക്ക് ഒരു ലൈനും കൂടെ ആഡ് ചെയ്യണം. നമ്മൾ ഓതൻറ്റിക്കേഷനും കൂടെ നമുക്കിവിടെ ഓതൻറ്റിക്കേഷൻ്റെ മിഡിൽ വെയർ കൂടെ നമുക്കിവിടെ ആഡ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, നമ്മൾ സെറ്റിങ്സ് എല്ലാം കഴിഞ്ഞു. ഇനി എന്താണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി നമ്മൾ JWT ടോക്കൺ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു കൺട്രോളർ ക്രിയേറ്റ് ചെയ്യണം. നമുക്ക് ഇവിടുന്ന് ഒരു കൺട്രോളർ ക്രിയേറ്റ് ചെയ്യാം. ആഡ് കൺട്രോളർ MVC കൺട്രോളർ API. നമുക്കൊരു API കൺട്രോളർ MT ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ആഡ് API കൺട്രോളർ MT. നമുക്കൊരു പേര് കൊടുക്കാം, ഓത്ത് കൺട്രോളർ .cs. ഇനി നമ്മൾ പ്രോഗ്രാം ക്ലാസ്സിൽ നമ്മൾ ഇൻജെക്റ്റ് ചെയ്ത ഓബ്ജക്റ്റിനെ നമ്മളുടെ കൺട്രോളറിലെ കൺസ്ട്രക്ടറിലേക്ക് നമുക്ക് ഇൻജെക്റ്റ് ചെയ്യാം. അപ്പം അതിന് വേണ്ടിയിട്ട്
നമുക്കൊരു പ്രൈവറ്റ് വേരിയബിൾ ഉണ്ടാക്കി ഓത്ത് കൺട്രോളർ എന്ന് പറയുന്ന കൺസ്ട്രക്ടറിനകത്തേക്ക് ഞാൻ ആ ഒബ്ജക്റ്റ് ഇപ്പം ഇൻജെക്റ്റ് ചെയ്തു. ഇനി നമുക്ക് ടോക്കൺ ജനറേറ്റ് ചെയ്യാനുള്ള നമുക്ക് ആക്ഷൻ മെത്തേഡ് ക്രിയേറ്റ് ചെയ്യാം. ഞാനൊരു ആക്ഷൻ മെത്തേഡ് ക്രിയേറ്റ് ചെയ്യുന്നു. ജനറേറ്റ് ടോക്കൺ എന്ന് പറയുന്ന ഒരു ആക്ഷൻ മെത്തേഡ് ഞാനിവിടെ ക്രിയേറ്റ് ചെയ്യുന്നു. ഇത് നമുക്ക് HTTP പോസ്റ്റ് ആയിട്ട് കൊടുക്കാം. HTTP പോസ്റ്റ്. നമുക്ക് ഇതിൻ്റെ റൗട്ടിംഗ് നെയിം ടോക്കൺ എന്ന് കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു നമുക്ക് നമ്മൾ JWT ടോക്കണിനകത്ത് നമ്മൾ ക്ലെയിം ഡീറ്റെയിൽസ് സെറ്റ് ചെയ്ത് വെക്കുന്നു. നോർമൽ കേസിൽ നമ്മൾ ക്ലെയിം ഡീറ്റെയിൽസ് കിട്ടുന്ന ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ ആ ലോഗിൻ ചെയ്ത ഡീറ്റെയിൽസ് ക്ലെയിംസിനകത്ത് സ്റ്റോർ ചെയ്ത് വെക്കും. അവിടെ നിന്നായിരിക്കും നമ്മൾ എടുക്കുന്നത്. ഇപ്പം നമുക്കത് ജസ്റ്റ് ഹാർഡ് കോഡ് ചെയ്ത് നമുക്ക് എടുക്കാം. ഇവിടെ 2 എറർ അടിച്ചിട്ടുണ്ട്. നമുക്ക് കൺട്രോൾ ഡോട്ട് പ്രസ് ചെയ്യുമ്പോൾ നമുക്കതിന് വേണ്ടുന്ന നെയിം സ്പേസ് ഏതാണോ നമുക്കത് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ. ഇനി നമുക്ക് ടോക്കൺ ജനറേറ്റ് ചെയ്യാനുള്ള ബാക്കി കോഡും കൂടെ നമുക്കിവിടെ പേസ്റ്റ് ചെയ്യാം. അപ്പോൾ അതിൽ നമ്മൾ ആപ്പ് സെറ്റിംഗിൽ നിന്ന് കീ റീഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ. ആ ക്രെഡൻഷ്യൽ നമ്മൾ കീ വെച്ചിട്ട് നമ്മൾ എൻക്രിപ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ടോക്കൺ ഇഷ്യൂറും ഓഡിയൻസും നമ്മൾ ഓൾറെഡി ആപ്പ് സെറ്റിങ്ങിനകത്ത് കൊടുക്കുന്നുണ്ട്. ക്ലെയിംസ് നമ്മളിപ്പോൾ ഇവിടെ ഇനിഷ്യലൈസ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് എടുത്തേക്കുന്ന ഡീറ്റെയിൽസ് നമ്മളിവിടെ അസൈൻ ചെയ്ത് കൊടുക്കുന്നു. റിയൽ ടൈമിൽ നമ്മൾ ക്ലെയിംസിനകത്ത് ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം റോൾ ഒക്കെ നമ്മൾ ക്ലെയിംസിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. എക്സ്പയറി ഡേറ്റും നമ്മൾ ആപ്പ് സെറ്റിങ്ങിനകത്ത് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സൈൻ ഇൻ ക്രെഡൻഷ്യൽസ് നമ്മൾ ഇവിടെ ഓൾറെഡി സെറ്റ് ചെയ്തേക്കുന്നത് നമ്മളടുത്ത് കൊടുക്കുന്നു. ഓക്കെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ടോക്കൺ ജനറേറ്റ് ചെയ്തിട്ട് ആ ടോക്കണെ നമ്മളിവിടെ റിട്ടേൺ ചെയ്യുന്നു. അപ്പോൾ JWT ടോക്കൺ ചെയ്യാനായിട്ട് നമ്മൾ ഇത്രയുമാണ് മെയിനായിട്ട് സെറ്റിങ്സ് ചെയ്യാനുള്ളത്. ഇനി നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ. എറർ ഉണ്ട്. നമുക്കൊന്ന് നോക്കാം. ഓക്കെ. ഒരു ബ്രാക്കറ്റ് മിസ്സായതായിരുന്നു. ഓക്കെ. ഇപ്പോൾ സാഗർ ഒരു എൻഡ് പോയിന്റും കൂടെ വന്നിട്ടുണ്ട്. ടോക്കൺ എന്ന് നേരത്തെ വെതർ ഫോർകാസ്റ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ ഇതെങ്ങനെ റൺ ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് എക്സ്പാൻഡ് ചെയ്തിട്ട് നമുക്ക് ട്രൈ ഇറ്റ് ഔട്ട് കൊടുത്തിട്ട് എക്സിക്യൂട്ട് ചെയ്താൽ മതി. നമുക്ക് ഇവിടെ ഒരു എറർ കിട്ടിയിട്ടുണ്ട്. വാല്യൂ കനോട്ട് ബി നൾ. ഓക്കെ. ഓക്കെ. സീക്രട്ട് കീ ഇവിടെ നള്ളായിട്ടാണ് വന്നേക്കുന്നത്. അതെന്താണ് കാരണം എന്ന് നോക്കാം. സീക്രട്ട് കീ ഇത് വരുന്നത് ആപ്പ് സെറ്റിംഗിൽ നിന്നാണ്. നമ്മുടെ ആപ്പ് സെറ്റിംഗിൽ പോയിട്ട് ഓക്കെ. അതായത് നമ്മുടെ ആപ്പ് സെറ്റിംഗിലെ പേരും നമ്മുടെ പ്രോപ്പർട്ടിയുടെ നെയിമും ഡിഫറെൻ്റ് ആണ്. അപ്പം നമുക്കിത് മാറ്റിക്കൊടുക്കാം. ആപ്പ് സെറ്റിങ്ങിനകത്ത് സീക്രട്ട് കീന്ന് മാറ്റിക്കൊടുക്കാം. ഇനി ഒന്നുകൂടെ റൺ ചെയ്യാം. ഒരു എററും കൂടെ വന്നിട്ടുണ്ട്. കീ സൈസ് മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ 256. ഓക്കെ. അതായത് കീ നമുക്ക് സൈസ് വലിയ ഒരു കീ വേണം നമുക്ക് കൊടുക്കാനായത്. നമുക്ക് കുറച്ചും കൂടെ വലിയ ഒരു സീക്രട്ട് കീ നമുക്ക് കൊടുക്കാം. ഇനി ഒന്നുകൂടെ റൺ ചെയ്യാം. റൈറ്റ് ഔട്ട് എക്സിക്യൂട്ട്. ഓക്കെ. നമുക്കിവിടെ ടോക്കൺ ജനറേറ്റ് ചെയ്തു വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് വെച്ചിട്ട് എങ്ങനെ നമ്മളുടെ APIനെ ഓതറൈസ് ചെയ്യാമെന്നും കൂടെ നമുക്ക് നോക്കാം. നമുക്ക് അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു കൺട്രോളറും കൂടെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. API കൺട്രോളർ empty ആഡ്. ഓക്കെ. നമുക്കിതിന് വാല്യൂസ് കൺട്രോളറിന് പേര് കൊടുക്കാം. ഇതിനകത്ത് നമുക്കൊരു സാമ്പിൾ ആക്ഷൻ മെത്തേഡ് ചെയ്യാം. HTTP get. ഓക്കെ. നമുക്ക് ഒരു വാല്യൂ നമുക്ക് ഇവിടുന്ന് റിട്ടേൺ ചെയ്യാം.
ഓക്കെ. നമുക്ക് ഇത് നമ്മൾ ഓതറൈസ് ചെയ്യുന്നതിന് മുമ്പ് നമുക്കിത് ഒന്നും കൂടെ റൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ വാല്യൂസ് എന്ന് പറയുന്ന ഒരു API യുടെ വന്നിട്ടുണ്ട്. നമ്മൾ അത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ കൊടുത്തേക്കുന്ന വാല്യൂ നമുക്കിവിടെ റിട്ടേൺ ആയിട്ട് കിട്ടും. ഇനി നമുക്കിതിനെ ഒന്ന് ഓഥറൈസ് ചെയ്ത് നോക്കാം. ഇതിന് നമുക്കിവിടെ ഓഥറൈസ് ആട്രിബ്യൂട്ട് കൂടെ കൊടുത്താൽ മതി. ഓക്കെ. ഇനി നമുക്ക് അത് ഒന്നും കൂടെ റൺ ചെയ്ത് നോക്കാം. വാല്യൂസ് നമ്മൾ ഇത് ഇനി എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എറർ ആയിരിക്കും വരുന്നത്. അതായത് 401 എറർ. കാരണം ആ പേജ് ഇപ്പോൾ ആക്സസിബിൾ അല്ല. കാരണം നമ്മളിവിടെ ഓതറൈസ് കൊടുത്തിട്ടുണ്ട്. കറക്റ്റ് ടോക്കൺ പാസ് ചെയ്തെങ്കിലേ നമുക്കത് ഇനി ഓതറൈസ് ആവത്തുള്ളൂ. ഇനി എങ്ങനെ നമുക്ക് അതിനകത്തേക്ക് ടോക്കൺ പാസ് ചെയ്ത് അതിനെ ഓതറൈസ് ആകുന്ന രീതിയിൽ നമുക്ക് ടോക്കൺ പാസ് ചെയ്യുന്നത് നോക്കാം. ഇനി നമുക്കിത് എങ്ങനെ ടോക്കൺ പാസ് ചെയ്തിട്ട് ആ പേജിനെ നമുക്ക് ആക്സസ് ആക്കാം എന്ന് നോക്കാം. അതിന് നമുക്ക് വേറൊരു ടൂള് ഞാനിവിടെ ഓപ്പൺ ചെയ്യുന്നു, പോസ്റ്റ്മാൻ. പോസ്റ്റ്മാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോർമലായിട്ട് നമ്മളുടെ APIസിനെ റൺ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ്. ഇവിടെ നമുക്ക് നമ്മുടെ APIയുടെ URL റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ റിസൾട്ട് നമുക്കിവിടെ കിട്ടും. ഓക്കെ. അപ്പോൾ നമുക്ക് ഇനി ടോക്കൺ പാസ് ചെയ്തിട്ട് ആ പർട്ടിക്കുലർ APIനെ എങ്ങനെ റൺ ചെയ്യാൻ പറ്റും എന്ന് നോക്കാം. ആദ്യമേ നമുക്ക് ആപ്ലിക്കേഷൻ ഒന്ന് റൺ ചെയ്ത് അതിൻ്റെ ഒരു ടോക്കൺ എടുത്തു വയ്ക്കാം. റൺ ചെയ്ത് നമുക്കിപ്പം അതിൻ്റെ ടോക്കൺ ഇവിടെ ജനറേറ്റ് ആയിട്ടുണ്ട്. ഓക്കെ. ഇനി വേണ്ടത് എനിക്ക് ഈ രണ്ടാമത്തെ API റൺ ചെയ്യുന്ന URL ഏതാണെന്ന് നോക്കാം. URL നമുക്ക് ഇവിടെ തന്നെ കിട്ടും. ഇതാണ് രണ്ടാമത്തെ API റൺ ചെയ്യാനുള്ള URL. നമുക്ക് ആ URL നമുക്കിവിടെ കൊടുക്കാം. ഓക്കെ. ഇനി നമ്മുടെ ടോക്കൺ കൂടെ നമുക്ക് അതിനകത്ത് പാസ് ചെയ്യണം. നമ്മുടെ ടോക്കൺ എന്താണ്? നമ്മളിവിടെ ടോക്കൺ ഇവിടെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ആ ടോക്കൺ കോപ്പി എടുത്തിട്ട് അത് ഓഥറൈസേഷൻ ബിയറർ ടോക്കണിനകത്ത് നമുക്ക് ടോക്കൺ കൊടുക്കാം. എന്നിട്ട് നമുക്കത് സെൻഡ് ചെയ്യാം. അപ്പോൾ നമ്മളങ്ങനെ സെൻഡ് ചെയ്യുമ്പോൾ കറക്റ്റ് നമുക്ക് വാല്യൂ കിട്ടും. നമ്മൾ ടോക്കൺ കറക്റ്റായിട്ടല്ല നമ്മൾ പാസ് ചെയ്തത്. സപ്പോസ് ഈ ടോക്കൺ കറക്റ്റ് ഒരു തെറ്റായ ടോക്കണാണ് നമ്മൾ പാസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് വാല്യൂസ് റിസൾട്ട് കിട്ടത്തില്ല.